മലയാളത്തിൽ ഇങ്ങനൊരു ചൊല്ലുണ്ട്, തേടി വരാൻ ആരുമില്ലാത്തവനെ കാത്തിരിക്കാൻ ഒരാളേ ഉള്ളൂ, മരണം. നാട്ടിലെ മലയാളികളുടെ ചില വാക്കുകളും പഴഞ്ചൊല്ലുകളും എല്ലാം നിരാശയോട് ബന്ധപ്പെട്ടതാണ്. തൊട്ടപ്പുറത്ത് തമിഴ്നാടുണ്ട്. തമിഴ്നാട്ടിൽ പറയുന്ന വാക്കുകളും അത് കുറച്ചുകൂടി ജീവനുള്ളതാണ്. അതായത് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുമെന്ന് മലയാളി പറയും. എന്നാൽ തമിഴിൽ വരുമ്പോൾ പസിത്താൽ പുലി പുല്ല് തിന്നമാട്ടാർ, വിശന്നാൽ പുലി പുല്ല് തിന്നത്തില്ലെന്ന്. എത്ര വിശന്നാലും പുലിക്ക് പുല്ല് തിന്നാൻ പറ്റില്ല. മലയാളിയോ ഗതികെട്ടാ പുലി പുല്ലും തിന്നും, അതായത് കോംപ്രമൈസ് ചെയ്യുമെന്ന്. തമിഴിൽ അങ്ങനെയല്ല, പുലി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. അതായത് തമിഴിലുള്ള പല ചൊല്ലുകളും വളരെ പോസിറ്റീവ് എനർജി ഉള്ളതാണ്. ഇവിടെ നമ്മൾ ആദ്യം വായിച്ചത്, തേടി വരാൻ ആരുമില്ലാത്തവനെ കാത്തിരിക്കാൻ ഒരാളേ ഉള്ളൂ, മരണം. ആര് പറഞ്ഞു? ദൈവവചനവുമായിട്ട് നമ്മളതൊന്ന് ചിന്തിച്ച് നോക്കിയേ. കാത്തിരിക്കാൻ ഒരുവനുണ്ട്, മരണത്തെ ജയിച്ചവൻ. അതായത് ആരുമില്ലാത്തവർക്ക് യേശുവിൻ്റെ കൃപ ലഭിച്ചാൽ എങ്ങനെയുണ്ടാകും? അതായത് യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് മരണം പിന്നീട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ മരണം നീങ്ങിപ്പോയി. കാരണം അവൻ വിശ്വാസിയാണ്. അവൻ വിശ്വസിക്കുന്നു, നിത്യജീവൻ ഉള്ളവനാണ് ഞാൻ, എനിക്ക് മരണമില്ല. അപ്പോൾ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. ഏറ്റവും വിലപ്പെട്ടതാണ് ഒരു ഭക്തൻ്റെ മരണം. അവൻ്റെ മരണമെന്ന് പറഞ്ഞാൽ നിദ്രയാണ്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, സ്തെഫാനോസ് നിദ്ര പ്രാപിച്ചെന്നാണ്. പൗലോസ് ലേഖനം എഴുതുമ്പോൾ നിദ്ര കൊണ്ടവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. നിദ്ര കൊണ്ടവർ. മരിക്കുന്നവരുണ്ട്, നിദ്ര കൊള്ളുന്നവരുണ്ട്. അപ്പോൾ രാഷ്ട്രീയക്കാരൻ മരിച്ചാൽ എന്താണ്? ആന ചത്താൽ എന്താണ്? ഇതൊക്കെ നമുക്കറിയാം. ആന ചത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിഞ്ഞു എന്ന് നമ്മൾ പറയും. അതുപോലെ ഓരോ നാടുവാഴി, അദ്ദേഹമാണെങ്കിൽ നാട് നീങ്ങി, രാജാവ് നാട് നീങ്ങി. ഇതിങ്ങനെ ഓരോരുത്തർക്കും ഓരോ മാന്യതയുണ്ട്. പട്ടിയാണെങ്കിലോ ചത്തു എന്ന് പറയും, മനുഷ്യനാണെങ്കിലോ നിര്യാതനായി എന്ന് പറയും. എന്നാൽ ദൈവ പൈതൽ, ആ വ്യക്തിയുടെ മരണം എന്നുള്ളത് ദൈവത്തിന് വിലയേറിയതായതുകൊണ്ട് വിലയേറിയ പുത്രൻ വന്ന് ആ ഒടുക്കത്തെ ശത്രുവായ മരണത്തെ തൻ്റെ മരണം കൊണ്ട് മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണമില്ല. അവന് മരണം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അവൻ അനാഥനല്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ലെന്ന് കർത്താവ് അവനെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള പല പഴഞ്ചൊല്ലുകളും പല ഇങ്ങനെയുള്ള പ്രയോഗങ്ങളും നമ്മുടെ ജീവിതത്തെ ബാധിക്കാതെ ദൈവവചനത്തിൻ്റെ ജീവനിൽ ജീവിക്കുവാൻ നമുക്ക് കർത്താവ് കൂടുതൽ കൃപ തരും. എന്തിനാണ് നമ്മൾ ജീസസ് എവരിഡേ ഈ ഓരോ പ്രഭാതത്തിലും കാണുന്നത്? നമ്മുടെ മനോഭാവം മാറ്റിക്കളയണം, ഒരു പുതിയ മനോഭാവം ഉണ്ടാക്കണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പറയുന്നൊരു വാക്കാണ് ആറ്റിറ്റ്യൂഡ്. ഒരു വേറിട്ട മനോഭാവം, ധൈര്യത്തിൻ്റെ, പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരു മനോഭാവത്തെ ദൈവവചനത്താൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. യേശുവിനെ ചേർന്ന് പാടി ആരാധിക്കാം. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ, വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോൾ. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ, വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. കൊടും പാപിയായിരുന്നെന്നെ വഞ്ചേ
വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വൻശോധന വേളയിൽ തീച്ചൂളയിൻ നടുവിൽ വൻശോധന വേളയിൽ തീച്ചൂളയിൻ നടുവിൽ മാറാത്തണഞ്ഞു രക്ഷിച്ച മാമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ ചാരത്തണഞ്ഞു രക്ഷിച്ച മാമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ. വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ. വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്പോഴും തുടരുന്നു. ഇന്ന് ഈ തിങ്കളാഴ്ച മുതൽ ഈ ഒരാഴ്ച നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പഠിക്കാനുണ്ട്, പ്രാപിക്കാനുണ്ട്. നമ്മൾ ഈ അധ്യായത്തിൽ ആരംഭിച്ചതാണ് യോഹന്നാൻ 15-ൽ. യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരൻ. ഞാൻ എവിടെയുണ്ടോ അവിടെ പിതാവുണ്ട്. പിതാവ് തോട്ടക്കാരനായതുകൊണ്ടാണ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയായത്. ആ തോട്ടത്തിൽ, എൻ്റെ പിതാവിൻ്റെ തോട്ടത്തിൽ ഞാൻ മുന്തിരിവള്ളിയായി ഇരിക്കുന്നത് കൊണ്ട് വളരെ ഫലമുണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കൊമ്പുകളാകണം. നിങ്ങൾ അതിൻ്റെ കൊമ്പാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ തോട്ടത്തിൽ ഉള്ള സമൃദ്ധി മുഴുവനും നിങ്ങളിലൂടെയാണ് പുറത്തു വരുന്നത്. എത്ര മനോഹരമായ ഒരു സന്ദേശമാണ് യേശു നമ്മളോട് പറയുന്നത്. അതായത് പിതാവ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിനകത്ത് മുഴുവനും സമൃദ്ധിയാണ്, ഓവർഫ്ലോയാണ്, കവിഞ്ഞൊഴുക്കാണ്. അപ്പോൾ നമ്മിലൊരു കവിഞ്ഞൊഴുക്കുണ്ടാകാൻ ഈ പിതാവിൻ്റെ തോട്ടത്തിലെ യേശുവാകുന്ന മുന്തിരിവള്ളിയുടെ കൊമ്പുകളായിട്ട് വെറുതെ കർത്താവിൽ വസിച്ചാൽ മതി. 6-ാമത്തെ വാക്യത്തിലോട്ട് നമുക്ക് വരാം. 15-6. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകുന്നു. കർത്താവിൽ വസിച്ചില്ലെങ്കിലുള്ള കുഴപ്പം, ഫലം കായ്ക്കാൻ കഴിയില്ല. കർത്താവിനോട് ചേർന്നിരിക്കണം. ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. കർത്താവിനോടുകൂടെ വസിക്കുക. അതിന് നമ്മൾ കണ്ടുപിടിച്ചേക്കണ മാർഗം 21 ദിവസം ഉപവാസം, 3 ദിവസം ഉപവാസം, 7 ദിവസം ഉപവാസം, 40 ദിവസം ഉപവാസം. അത് കഴിഞ്ഞാൽ വാസമില്ല. എന്നാൽ 365 ദിവസവും ഹാനോക്കിനെ പോലെ ദൈവത്തോടുകൂടെ നടന്നു. അവിടെ വായിക്കുന്നു, ഹാനോക്ക് 21 ദിവസം ദൈവത്തോടുകൂടെ നടന്നെന്നല്ല, ഹാനോക്ക് 300 വർഷം ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തെ പിരിഞ്ഞ് അവനൊരു ജീവിതമില്ല, ദൈവത്തോട് ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ എന്ന് മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും ഹാനോക്കിനോളം മികച്ചവർ കുറവായിരുന്നു. ഏറ്റവും ഒടുവിൽ ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടുപോയി. ഇതുവരെ ഹാനോക്ക് മരിച്ചിട്ടില്ല. ഭൂമിയിൽ 300 വർഷം, 365 വർഷം ജീവിച്ചിരുന്ന ഹാനോക്ക് അതിൽ 300 വർഷവും ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിച്ചു.
ഇടതടവില്ലാതെ ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് ദൈവം അവൻ എടുത്തുകൊണ്ട് പോയി. ദൈവത്തിന് ആരെയും എപ്പോൾ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. ഏലിയാവിനെ ദൈവം ചുഴലിക്കാറ്റിൽ, അഗ്നിമയ രഥങ്ങളും തേരുകളും വന്ന് ചുഴലിക്കാറ്റിൽ അവനെ എടുത്തുകൊണ്ട് പോയി. ഏലിയാവിനെ അറിയാമായിരുന്നു. അവൻ ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കുന്നവനായിരുന്നു. ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കുന്നവരെ പിരിയാൻ ദൈവത്തിന് കഴിയില്ല. പലപ്പോഴും നമുക്ക് ദൈവത്തെ പിരിഞ്ഞിരിക്കാൻ നമ്മൾ ചിന്തിക്കാമോ, ഒരു പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകാം. ദൈവത്തിന് നമ്മെ പിരിയാൻ കഴിയില്ല. കാരണം ദൈവം നമ്മുടെ പിതാവാണ്. ഒരു മകനേക്കാൾ പിതാവിനാണ് കൂടുതൽ കാത്തിരിപ്പിൻ്റെ വികാരം കൂടുതൽ. അതാണ് ലൂക്കോസ് 15 ഒരപ്പൻ കാത്തിരിക്കുകയാണ്. മോൻ കാത്തിരിക്കുന്നില്ല, മോൻ മറന്നുപോയി. അപ്പൻ്റെ സ്വത്തിൻ്റെ ഒരു വീതം കിട്ടിയപ്പോൾ ആദ്യം അവൻ മറന്നത് അപ്പനെയും അപ്പൻ്റെ വീടുമാണ്. കൂട്ടുകാരായിരുന്നു അവൻ്റെ മെയിൻ, അവൻ്റെ പ്രധാനം കൂട്ടുകാരാണ്. എന്നാൽ ഈ കൂട്ടുകാർ എവിടം വരെയുണ്ട്? അവൻ്റെ കയ്യിലുള്ളത് തീരും വരെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവൻ്റെ പേഴ്സൊട്ടി, ഉടനെ അവൻ്റെ വയറൊട്ടി, താമസിയാതെ അവൻ്റെ കണ്ണൊട്ടി, കവിളൊട്ടി, ഏറ്റവും ഒടുവിൽ ഒട്ടി നിന്നവരും വിട്ടുപോയി. പേഴ്സൊട്ടിയാൽ എല്ലാവരും നമ്മളെ വിട്ടുപോയി. ഈ കാണുന്ന ബന്ധങ്ങൾ നമ്മുടെ വീട്ടിൽ ഞായറാഴ്ച എന്താണ് ബ്രദറെ സിസ്റ്ററെ ഞായറാഴ്ച കണ്ടില്ലല്ലോ, ചർച്ചിൽ വന്നില്ലല്ലോ. അതെ, ബന്ധുക്കളുണ്ടായിരുന്നു, അമ്മാച്ചൻ വന്നിരുന്നു, പിന്നെ അവർ വന്നിരുന്നു, ഭയങ്കര തിരക്ക. നിനക്ക് വീടും കൂരയൊന്നും ഇല്ലാത്ത കാലത്ത് ഇവരാരെങ്കിലും ഉണ്ടായിരുന്നു? ഒരു തെങ്ങിൻ തോപ്പിൽ ഒരു ഷെഡും പണിത് അതിനകത്ത് കിടന്നപ്പോൾ, ഒരു ഓലക്കീറും വെച്ച് അതിൻ്റെ കീഴേ കിടന്നപ്പോൾ ആരെങ്കിലും വന്നോ? ഇല്ല. ഇന്ന് കയറിക്കിടക്കാൻ ദൈവം ഒരു വീട് തന്നു, യാത്ര ചെയ്യാൻ ഒരു വണ്ടി തന്നു, അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നു, കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാക്കി. ഇപ്പോൾ കർത്താവിനെ ആരാധിക്കാൻ കഴിയുന്നില്ലേ? എന്നാ വിഡ്ഢിത്തരമാണത്. ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മെ വിളിക്കാവുന്ന പേരാണ് മുടിയൻ പുത്രൻ. ഇതെല്ലാം കയ്യിലുള്ളതെല്ലാം ഒട്ടിയാൽ ഉടനെ അപ്പൻ്റെ വീടിനെ കുറിച്ച് ഓർമ്മ വരും. നമ്മുടെ കയ്യിലുള്ള പൈസ തീർന്നിട്ടല്ല ദൈവത്തെ ഓർക്കേണ്ടത്. യൗവനക്കാര, നിന്റെ യൗവന പ്രായത്തിൽ നീ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അത് യൗവനക്കാരൻ യൗവന പ്രായത്തിൽ ചോരത്തിളപ്പിൽ ദൈവത്തേക്ക് മറന്നു കളയും. കാരണം അവന് ഭയങ്കര കഴിവാണെന്ന് അവൻ പറയുന്നത്. അവന് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അവൻ്റെ ബൈക്കിൻ്റെ സ്പീഡ് അവന് പോരാ. അവന് 2 വീല് ബൈക്കിനുണ്ടെങ്കിൽ അവന് ഒറ്റ വീല് ഉപയോഗിക്കുന്നുള്ളൂ. അവന് ഭയങ്കര കോൺഫിഡൻസ് ആണെന്നാണ് പറയുന്നത്. അവന് പേടിയെന്ന് പറഞ്ഞതില്ല. യൗവന പ്രായത്തിൽ അവൻ്റെ ഉള്ളവങ്ങനെ. എന്നാൽ യൗവന പ്രായത്തിൽ ദൈവത്തിന് വേണ്ടി നിന്ന ദാവീദിനെ കാണാം. യൗവന പ്രായത്തിൽ ദൈവത്തിന് വേണ്ടി നിന്ന ഒരു ഏലീശയെ കാണാം. യൗവന പ്രായം വരെ ജീവിച്ച യേശു കർത്താവ് യൗവനം മുഴുവനും 33.5 വയസ്സ് വരെ മുഴുവനും ദൈവത്തിന് വേണ്ടി ചെലവാക്കി നമുക്ക് വേണ്ടി മാതൃക കാണിച്ചു കൊടുത്ത കർത്താവിനെ കാണാം. കർത്താവിൻ്റെ കൂടെ നിൽക്കുക, സമയം യേശുവിൻ്റെ കൂടെ ചെലവഴിക്കുക. യേശുവിൻ്റെ കൂടെ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ ഹാനോക്ക് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ്? അവൻ ദൈവത്തോട് സംസാരിക്കും, അവൻ ദൈവത്തിൽ നിന്ന് കേൾക്കും. ഇന്നു മുതൽ പരിശ്രമിക്കണം, ദൈവത്തോട് നമുക്കൊന്ന് സംസാരിക്കണം. അതാണ് പ്രാർത്ഥന. നാം ദൈവത്തിൽ നിന്ന് കേൾക്കും. നമുക്ക് പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. പാരമ്പര്യ പ്രാർത്ഥനയാണ് അത്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പരിശുദ്ധാത്മാവുള്ള വിശ്വാസികളും ഒക്കെ പാരമ്പര്യ പ്രാർത്ഥനയാണ്. കാരണം ദൈവത്തിൽ നിന്ന് കേൾക്കാൻ നേരമില്ല, മൊത്തം അങ്ങോട്ട് പറയുക, കുറേ കാര്യം പറയുക, നേരെ പൊതിച്ചു മുടി കിടക്കുക. ദൈവത്തിന് എന്തെങ്കിലും പറയണ്ടേ? അതൊന്നും കേൾക്കാൻ നേരമില്ല, മൊത്തം അങ്ങോട്ട് പറയും. അതിനൊന്നും സമയമില്ല. പറയുക, കേൾക്കുക. നാം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് 2 അധ്യായം വായിക്കുക. അതിൽ നിന്ന് ദൈവം സംസാരിക്കും. ഇന്നിപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. ഇതുപോലെ ദൈവം നമ്മളോട് ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്ററായിട്ട് സംസാരിക്കും. ഓരോന്നിലൂടെ നമ്മൾ പോകുമ്പോൾ അന്നന്ന് വേണ്ടത് ദൈവം നമ്മളോട് സംസാരിക്കും. കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക. യേശുവിനെ നോക്ക്. യേശു കൂടുതൽ സമയം ചെലവഴിച്ചു. ഈ അധ്യായങ്ങളിലെല്ലാം ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. തന്നോടുകൂടെ ഇരിക്കാൻ 12 പേരെ തിരഞ്ഞെടുത്തു. മർക്കോസ് 3:13-14. തന്നോടുകൂടി ഇരിക്കണം, എന്നിട്ട് പിന്നെ ഭൂതങ്ങളെ പുറത്താക്കണം, രോഗികളെ സൗഖ്യമാക്കണം.
ഒന്ന് കൂടിയിരിക്കണം. കൂടിയിരിക്കാത്തവർക്ക് പിശാചിനോട് നേരിടാൻ കഴിയില്ല. അവനോട് എതിർത്ത് എന്നാൽ അവൻ വിട്ടു ഓടിപ്പോവും. ആ ഭൂതങ്ങളെ പുറത്താക്കണമെങ്കിൽ കൂടെയിരിക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കുന്നതിന് മുമ്പ് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറയാണ്, ദൈവത്തിന് കീഴടങ്ങുവിൻ. ദൈവസന്നിധിയിൽ വീണ് കിടന്ന് സമർപ്പിക്കണം. കർത്താവേ, എൻ്റെ കഴിവുകൊണ്ട് നടക്കില്ല. എന്നിട്ട് പിശാചിനോട് എതിർക്കണം. ദൈവത്തിന് കീഴടങ്ങണം, ദൈവത്തിന് വിധേയപ്പെടണം, തോൽവി സമ്മതിക്കണം. കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ, കർത്താവ് എന്നെ കൊണ്ട് നടക്കില്ല, ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി എനിക്കില്ല, അതിനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിലും സാമ്പത്തികം കൊണ്ട് എൻ്റെ വീട് കൊണ്ടുപോകാൻ കഴിയില്ല, നിന്റെ കൃപ വേണം. ചിലർ വിചാരം കുറേ പൈസ ബാങ്കിലുണ്ടെങ്കിൽ വീട് നന്നായിട്ട് പോകുമെന്ന്, പിള്ളേരുടെ സ്വഭാവമൊക്കെ നന്നാവുമെന്നാണ്. പണം കൊണ്ട് ഏത് പിള്ളേരുടെ സ്വഭാവം നന്നാകാൻ? ദൈവം അനുവദിക്കണം. ദൈവം നമ്മുടെ വീടിന് അനുഗ്രഹം തരണം. അത് നമ്മൾ ദൈവത്തോട് ചോദിക്കണം. പണമുള്ള എത്ര വീട് എനിക്കറിയാം. ആ വീട്ടിലെ പിള്ളേർ പലരും ചൊവ്വല്ല. എന്നാൽ പണമുള്ള, വളരെ പണമുള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾ വളരെ നല്ലതുമാണ്. അതിൻ്റെ കാരണം പണം ഉള്ളതോ പണമില്ലാത്തതോ അല്ല. പണമില്ലാത്ത എത്രയോ വീടുകൾ അറിയാം, അവിടുത്തെ പിള്ളേർ വളരെ വഴിതെറ്റി നടക്കുന്നുണ്ട്. പണമുള്ളതോ ഇല്ലാത്തതോ അല്ല സൽസ്വഭാവങ്ങളുടെ ലക്ഷണം. അതിൻ്റെ ലക്ഷണങ്ങളുടെ വ്യത്യാസങ്ങൾക്ക് കാരണം ദൈവമില്ലാത്ത വീടുകളാണ്. ദൈവത്തോടുകൂടെ നടക്കാത്ത വീടുകളിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാകത്തില്ല. ആത്മാവിൻ്റെ സ്വഭാവം വേണമെങ്കിൽ ആത്മാവാകുന്ന യേശുവിൻ്റെ കൂടെ സമയം ചെലവഴിക്കണം. ഇവിടെ വായിച്ചത് കേട്ടോ, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോവും. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്നില്ലെങ്കിൽ ഔട്ടാണ് ഈ തോട്ടത്തിൽ നിന്ന്. എന്നാൽ കൂടെ ഇരുന്നാൽ ഈ തോട്ടത്തിൽ ഭയങ്കര ഫലമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും അഭിവൃദ്ധിപ്പെടുന്ന വ്യക്തി ആ വ്യക്തിയായിരിക്കും. യേശുവിൽ വിശ്വസിച്ച് യേശുവിനോടുകൂടെ ജീവിക്കുക, യേശുവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക. അത് ഉണങ്ങിപ്പോകുന്നു, അത് തീയിലിടുന്നു. ഈ വകയെല്ലാം ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകുന്നു. ഇതെല്ലാം വെന്തു പോകും. ഇന്ന് കാണുന്നതെല്ലാം ഈ ആകാശം ഒരു പായ പോലെ ചുരുട്ടി മാറ്റും. ഭൂമി അതിൻ്റെ പണികളും വെന്തു പോകും. ഇന്ന് കാണുന്ന ഈ മാളികകളും എല്ലാം വെന്തു പോകും. വാസ്തവത്തിൽ അതല്ലേ ഇപ്പോൾ കാണുന്നത്. എല്ലാം ഇല്ലാതെയാകും. ഇന്ന് കാണുന്നത് മുഴുവൻ, കാണുന്നതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും. ഇന്ന് കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. അതാണ് ഭക്തൻ പാടുന്നത്. ഈ കാലമൊക്കെ കഴിയും. കാണുന്നതെല്ലാം അഴിഞ്ഞു പോകും. ഭൂമി അതിൻ്റെ പണികളും വെന്തു പോകും. അതല്ലേ ബോംബുകൾ ഇട്ട് കഴിഞ്ഞാൽ വെന്തു പോവുകയല്ലേ, പിന്നെ ഭൂമിയില്ല. ഇന്ന് ഭൂമിയിലുള്ള റഷ്യക്കാരോ അമേരിക്കക്കാരുടെയോ ബോംബ് ശേഖരങ്ങൾ അറിയാതെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അത് പൊട്ടാത്തത് നമ്മുടെ കർത്താവ് നമ്മെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. മനുഷ്യൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഓരോരോ സംവിധാനങ്ങൾ, അവിടെയൊക്കെ ഓരോ ബോംബോ വീണാലോ ഷോർട്ട് സർക്യൂട്ടോ ഉണ്ടായാലും മതി. അണക്കെട്ടുകൾ, അതിൻ്റെ അടിയിൽ ഒരു കല്ല് തള്ളിപ്പോയാൽ മതി. അപ്പോൾ കൊച്ചു കേരളത്തിൻ്റെ നല്ല ഭാഗം ഇല്ലാതെയാകാനായിട്ട് 30-ലധികം ഡാമുകളാണ് ഈ ഇടുക്കി ഏരിയയിൽ തന്നെ ഉള്ളത്. അതൊക്കെ ദൈവം കാക്കുകയാണ്. ഒരു നാട് നശിക്കാൻ ഈ മനുഷ്യൻ ഉണ്ടാക്കിയ കണ്ടുപിടുത്തങ്ങൾ മതി. അത് അവർക്ക് തന്നെ വിനയായിരിക്കുകയാണ്. ഓരോ ഡാമുകൾ തന്നെ അവർക്ക് പേടിയായിരിക്കുകയാണ്. എത്രയോ രാജ്യങ്ങളിൽ സംഭവിച്ചു. എന്നാൽ സംഭവിക്കാത്തതിൻ്റെ കാരണം പ്രാർത്ഥിക്കാത്ത ഒരു സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലർ അവിടെ ഭൂമിയുടെ ഉപ്പായി ലോകത്തിൻ്റെ വെളിച്ചമായി ദൈവം വെച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ എത്രയോ ദൈവമക്കളുണ്ട്. അതുപോലെ പലയിടങ്ങളിലും ദൈവമക്കളുള്ളത് കൊണ്ട് അവരെ ഓർത്ത് ദൈവം, അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ച ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. ധൈര്യപ്പെടുക, കൊമ്പിനോട് ചേർന്ന് വസിക്കുക, അകന്നു നിൽക്കരുത്, തീയിലോട്ട് പോകരുത്, ഈ കൊമ്പിൽ വസിക്കണം. ഈ കർത്താവിനോട് ചേർക്കപ്പെടാത്തതെല്ലാം ചിതറിക്കപ്പെടും.
കർത്താവിനോട് ചേർന്നിരുന്നാൽ അധികം ഫലമുണ്ടാകും. അവർക്ക് മരണം മാറിപ്പോവും, നിത്യജീവൻ മാത്രമായിരിക്കും. വിശ്വസിക്കാം. ഇന്നു മുതൽ ഒരു പുതിയ തുടക്കം, കർത്താവിൻ്റെ കൂടെ നടക്കാനുള്ള ഒരു പുതിയ സംരംഭം തന്നെ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥിക്കുക. യേശുവേ, ഇന്നിത് കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും ഈ ലളിതമായ ദൈവവചന ധ്യാനം ഇന്നു മുതൽ ഒരു ടേണിംഗ് പോയിന്റ് ആക്കി മാറ്റണം. എനിക്കങ്ങനെ തരണേ. ഞങ്ങളെ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളെല്ലാം പുറത്ത് കൂടുതൽ ഞങ്ങളെ അങ്ങയോട് അടുപ്പിക്കണേ. സമയം വേസ്റ്റാക്കുന്ന എല്ലാറ്റിലും ഞങ്ങളെ വിടുവിച്ച് അങ്ങയോട് ചേർന്ന് അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങയുടെ വചനമനുസരിച്ച് അങ്ങയുടെ ഹിതത്തിൽ ഫലം കായ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ഇത് കേൾക്കുന്ന എല്ലാ വീടുകളിലും അത്ഭുത രോഗ സൗഖ്യങ്ങൾ ഉണ്ടാകണം. എല്ലാ മാറാവ്യാധികളും ഇത് കേൾക്കുന്നവരുടെ ശരീരങ്ങളിൽ നിന്ന് പുറത്തു പോകട്ടെ. സാമ്പത്തിക മേഖലകൾ തുറന്നു വരട്ടെ. എല്ലാ കടക്കണികളിൽ നിന്നും ജനങ്ങൾ സ്വതന്ത്രമാകട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്ക് ഒരുമിച്ച് നാളെയും കാണാൻ കഴിയുമല്ലോ. ഓരോ ദിവസത്തെ സന്ദേശങ്ങൾ കേട്ട് ബലപ്പെടാൻ യേശു നമ്മെ സഹായിക്കട്ടെ. ആമേൻ.